കഴിഞ്ഞ ദിവസം അടിമാലി മേഖലയിൽ പെയ്തിറങ്ങിയ കനത്ത മഴയിൽ മുസ്ലിം പള്ളിക്ക് എതിർവശം പ്രവർത്തിക്കുന്ന ഐറിസ് ഓഫ് സൈറ്റ് പ്രിന്റിംഗ് പ്രസിൽ വെള്ളം കയറിയതോടെ ഇരുമ്പുപാലം സ്വദേശികളായ സിബി വർഗീസ് ഷൈല ദമ്പതിമാരുടെ ഉപജീവന മാർഗമാണ് വെള്ളത്തിനടിയിലായത്. കാലുകൾക്ക് വൈകല്യമുള്ള സിബി 3 പതിറ്റാണ്ടായി വിവിധ പ്രിന്റിംഗ് പ്രസ്സുകളിൽ ജോലി ചെയ്തു വരുന്നതിനിടെയാണ് 2 വർഷം മുമ്പ് ടൗണിൽ സ്വന്തമായ ഒരു പ്രിന്റിംഗ് സ്ഥാപനം തുടങ്ങിയത്. 8 ലക്ഷം രൂപ മുടക്കി പ്രവർത്തനം ആരംഭിച്ച പ്രിന്റിംഗ് മെഷീനുകളാണ് വെള്ളം കയറി തകരാറായത്. കഴിഞ്ഞ ദിവസം അടിമാലി മേഖലയിൽ പെയ്തിറങ്ങിയ മഴയത്ത് നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ മഴവെള്ളം കയറി നാശനഷ്ടം സംഭവിച്ചു. അടിമാലി ടൗൺ ജുമാ മസ്ജിദിന് എതിർവശത്ത് പ്രവർത്തിക്കുന്ന ഐറിസ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് പ്രസിൽ വെള്ളം കയറിയതോടെ ഇരുമ്പുപാലം സ്വദേശികളായ സിബി വർഗീസ് ഷൈല ദമ്പതികളുടെ ഉപജീവന മാർഗമാണ് വെള്ളത്തിനടിയിലായത്. കാലുകൾക്ക് വൈകല്യമുള്ള സിബി 3 പതിറ്റാണ്ടായി വിവിധ പ്രിന്റിംഗ് ട്രസ്റ്റുകളിൽ ജോലി ചെയ്ത് വരുന്നതിനിടെയാണ് 2 വർഷം മുമ്പ് ടൗണിൽ സ്വന്തമായ ഒരു പ്രിന്റിംഗ് സ്ഥാപനം തുടങ്ങിയത്. 8 ലക്ഷം രൂപ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും വായ്പയെടുത്താണ് സ്ഥാപനം ആരംഭിച്ചത്. വായ്പാ തുകയുടെ ഗഡുക്കൾ അടയ്ക്കുന്നതിനും കുടുംബം പുലർത്തുന്നതിനുമായി പ്രസ്സിൽ നിന്നുള്ള വരുമാനം മാത്രമായിരുന്നു സിബി ആശ്രയിച്ചിരുന്നത്. ഇപ്പോൾ വെള്ളം കയറി നാശനഷ്ടം സംഭവിച്ചതോടെ മെഷീനുകൾ നന്നാക്കുന്നതിനായി തന്നെ എത്ര രൂപ ചിലവാകുമെന്ന ആശങ്കയിലാണ് സിബി. ഉച്ച കഴിഞ്ഞുണ്ടായ വലിയ മഴയിൽ റോഡിൽ നിന്ന് വെള്ളവും ഓടയുടെ അശാസ്ത്രീയമായ രീതിയിലുള്ള ഓടയുടെ മൂലം വെള്ളം ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരികയും ഏകദേശം ഇത്രയും ഭാഗത്തോളം വെള്ളം മുങ്ങി. അതിൽ നിന്ന് മെഷീനറിയും കാര്യങ്ങളും എല്ലാം വെള്ളത്തിനടിയിലായി പോയി. ഇപ്പൊ അത് പണിതെടുക്കുന്നതിന് എത്രയാവുമെന്നും അറിയില്ല. സർവീസ് ചെയ്ത് എടുക്കുന്നതിന് കഴിഞ്ഞാലേ മാത്രമേ അതിനെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. അപ്രത്യക്ഷമായി ശനിയാഴ്ച വൈകുന്നേരം പെയ്തിറങ്ങിയ മഴയിൽ സ്ഥാപനത്തിന് മുൻവശത്തുകൂടിയുള്ള ഓട കവിഞ്ഞ് വെള്ളം യന്ത്ര സാമഗ്രികൾ സ്ഥാപിച്ചിരുന്ന മുറിയിലേക്ക് കയറുകയായിരുന്നു. 4 അടിയോളം ഉയരത്തിൽ വെള്ളത്തിനൊപ്പം എക്കലും ചെടിയും മുറിക്കുള്ളിൽ എത്തിയതോടെ യന്ത്ര സാമഗ്രികളുടെ മോട്ടോറുകൾ മറ്റും നാശത്തിലായി. ചങ്ങനാശ്ശേരിയിൽ നിന്നും ടെക്നീഷ്യൻ എത്തി പരിശോധിച്ചാൽ മാത്രമേ നാശനഷ്ടത്തിന്റെ കണക്കുകൾ വ്യക്തമാവുകയുള്ളൂവെന്ന് സിബി പറയുന്നു. ഇരുമ്പുപാലത്ത് പട്ടയമില്ലാത്ത 15 സെന്റ് സ്ഥലമാണ് ഇവർക്കുള്ളത്. കാലിന്റെ വൈകല്യത്തെ തുടർന്ന് മറ്റു ജോലികൾ ചെയ്യാൻ സാധിക്കുകയുമില്ല. സിബി ഷൈല ദമ്പതികളുടെ ആകെയുള്ള ഉപജീവന മാർഗമാണ് പെട്ടെന്നെത്തിയ മഴവെള്ളം മുടക്കിയത്. സിബിയുടെ സ്ഥാപനത്തിന് തൊട്ടുചേർന്നുള്ള അമല അയണിംഗ് സെന്ററിലും വെള്ളം കയറി മെഷീനുകളും ഫർണിച്ചറുകളും നശിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.